സാജിയ ഇജ് എന്തിനാണ് ഇത്ര നേരത്തെ നീച്ചിക്കണത്? ആർക്ക് വേണ്ടിട്ട് ഇജ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? അത് സാരല്ലമ്മ, നീ ഞാൻ നീച്ചിട്ടില്ലാന്നുണ്ടെങ്കി ആ ഒച്ചയും വിളി കൂടി കേക്കാനോ. എന്തിനാ അമ്മ വെറുതെ ഞാൻ കേൾപ്പിക്കണത്? ഞാൻ വേഗം നീച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കി. എന്റെ കുട്ടിയുടെ ഒരു ഇടങ്ങാറാ ഞാൻ നോക്കണത്. സ്വന്തം പേരയിലും വേലക്കാരത്തോളെ പോലെ നിക്കണ. അമ്മക്ക് പറയാൻ ഒരു മാർഗവും ഇല്ലായിട്ടാണ്. ഗതി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ രണ്ടിനും ഇവിടുന്ന് തച്ചാട്ടേണ്ടി വരും. ഇങ്ങളെ അത് ആലോചിച്ചിട്ടേ ടെൻഷൻ ആവുമൊന്നും വേണ്ട. എന്തായാലും ഞാൻ ഇങ്ങളെ തന്നെയല്ലേ നിക്കണത്. പിന്നെ സ്വന്തം പെരന്നെയാണ്. ആ ഒരു സമാധാനം ഉണ്ട്. പിന്നെ പോല് ചെയ്യണേന് എന്താ ചെയ്യാ, സാരമില്ല. നിങ്ങൾ അവിടെ പോയിട്ടേ ഒരു ഭാഗത്ത് ഇരുന്നോളി. എനിക്ക് ഒരു കുഴപ്പമില്ല. ചോറും കറിയൊക്കെ അയക്കണം, ചായയും കടിയും ഉണ്ടാക്കിയിരുന്നു. ഇനി അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല. ചെല്ലിങ്ങളും എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒന്നും ഉണ്ടാ നിക്ക. പക്ഷെ എന്നാ എന്റെ കുട്ടിയുടെ ഗതികേടൊക്കെ തീരാണാവും. പാവാണ്. അതിന് എന്റെ കാര്യം അറിയിക്കുമ്പോ നല്ല സങ്കടമാണ്. കല്യാണം കഴിഞ്ഞു പോയാലും ഒരു സ്വസ്ഥത സമാധാനം കൊടുക്കാത്ത ഒരാള് ഞാനീ കാര്യം. എന്താ കാട്ടിന്റെ വിധി അങ്ങനായി. ആ തുണി കുപ്പായൊക്കെ ആകെ നഞ്ഞ് പിണ്ടിയായില്ലേ? നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാലെന്താ? മഴ നിന്നിങ്ങനെ പെയ്യന്നല്ലേ. ഇനി എടുത്തിട്ടാണ്ട് ഇറയത്തേക്ക് ഇടാം. അന്റെ സൗകര്യത്തിനേ ഒക്കെ ഉണങ്ങി ഇങ്ങനെ കിട്ടും. ഇനിയിപ്പോ നിക്ക് ഇടാൻ ഏത് ഡ്രസ്സാ ഉള്ളത്? വേഗം ഉണക്കിയിട്ട് ഇസ്തിരി ഇട്ട് തന്നാ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഇറയിലിടാൻ നിക്കണം. ഓ, മോന്തം കേട്ടിങ്ങനെ പിടിച്ചു നിക്ക. സ്വന്തം പെരയാണെന്നുള്ള അഹങ്കാരാണ്, വേറൊന്നുമില്ല. പറയുന്നില്ല ഞാൻ. ഓൽക്കും വന്നിട്ടൊന്നും പോലെ തുണി കുപ്പായൊക്കെ ഒന്നും ഇടാണ്ട് ഞാൻ തന്നെ ഇടോളം കാത്തിരിക്കണം. എന്നിട്ട് നഞ്ഞേന് ഇന്ന ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം പെരയിലാണെന്നുണ്ടെങ്കിലും നാട്ടും പറഞ്ഞിട്ട് ജയിക്കണം. ഇതുപോലെ ഒരു അടങ്ങറ ഒരു പെണ്ണിനും ഉണ്ടാവില്ല. പാത്രം കഴുകാണ്ട്, മഴയും പെയ്യുന്നുണ്ട്. പുറത്ത് വെച്ചിട്ട് തന്നെ ഇപ്പൊ പാത്രം കഴുകാൻ പറ്റുള്ളൂ. മഴ മാറുമാവും. അല്ല, ഇജ്ജെന്തെങ്കിലും ദിവ്യ സ്വപ്നം കണ്ട് നിക്കണത്? ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇവിടെ? ആ, ഉണ്ടാക്കി വെച്ചിക്കണല്ലോ. ഓ, നീ ഞാനെടുത്ത് കുടിക്കേണ്ടി വരൂല്ലേ? നമുക്കൊരു ഗ്ലാസ് ടേബിൾ നമുക്ക് കൊടുന്നു തന്നാൽ എന്താ? ഞാൻ കൊടുന്നു വെച്ചേരാം. ഈ പാത്രങ്ങളൊന്നും നമുക്ക് കഴുകിയക്കാരായിട്ടൊന്നുമില്ല. ഈ നേരം വരെ ആയിട്ടു വൃത്തി വെടുപ്പെന്ന് പറഞ്ഞേ ഇല്ല. പുറത്ത് നല്ല മഴയാണ്, അതാ ഞാൻ നോക്കിയത്. പുറത്തുനിന്ന് മോറണ്ട ഇപ്പൊ പാത്രമൊക്കെ. ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് മോറിക്കൊണ്ട്. വെറുതെ ഇല്ലടി, ഇജ്ജ് കാലെടുത്ത് കുറ്റപ്പോത്തിന്റെ മാപ്പലിനെ പറിച്ചോ മേലേക്ക് വിളിച്ചത്. ഇതൊക്കെ അല്ല സ്വഭാവം. ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബം മുടിയാനല്ലേ ഉള്ളൂ. അത് ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കണ്. അപ്പോത്തിന് ആങ്ങളുടെ പണിയും പോയല്ലോ. സമാധാനം ആയല്ലോ ഇപ്പൊ എന്തായാലും. ഇജ് ഒറ്റ കാരണം ഇക്കാന്റെ പണി പോയതൊക്കെ. ഇജ് എന്ന് ഇതിനുള്ളിൽ കേറിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ കഷ്ടകാലം. ഞാൻ ഒന്നും പറയാതിരിക്കണത് നോക്കണ്ട. മഴയും വെയിലൊക്കെ ഉണ്ടാവും. ചെയ്യേണ്ട പണി നേരത്തെ ചെയ്യന്നെ വേണം. കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊക്കെ മോരക്കടി. കുട്ടിനെയാണല്ലോ പഠിച്ചോനോളാ പറയുന്നത്. കുഞ്ഞോളെ, എന്തിനാ ഓളെങ്ങനെ പറയുന്നത്? അത് എന്താ എന്നെ കാട്ടിയ ഒന്ന് പറഞ്ഞ. എന്താ ഓൾക്ക് ഈ പെരന്റെ ഉള്ളിലത്തെ പണികൾ എടുത്താല്? ഇത് നേരം വെളുത്താ തിന്നലും കുടിച്ചലും മാത്രമേ നടക്കണുള്ളൂ. പണികളൊന്നും നടക്കണമൊന്നുമില്ല. ഓള് മാത്രല്ലല്ലോ ഇവിടെ പണികൾ എടുക്കാനുള്ളത്.
നമ്മൾ മൂന്നാളില്ലേ, മൂന്നാൾക്കും കൂടി എടുക്കാനുള്ള പണിയല്ലേ ഈ പേരന്റെ ഉള്ളിലുള്ളൂ. അണക്കും കൂടി ഒന്ന് സഹായിച്ച എന്താ വരിക? അതെന്താ ഇതിന്റെ ഉള്ളിലത്തെ വേലക്കാരത്തി എങ്ങനെ നേരെ പണിയെടുപ്പിക്കാന്? ഞാൻ പണിയെടുക്കേ? കുറച്ച് പണി ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും കൂടി തന്നെ ഈ പെരനുള്ളത്തെ പണിയെടുത്താൽ മതി. ഇങ്ങളെ മകള് ഇപ്പൊ അത്രക്ക് മുന്തിയ ആളൊന്നും അല്ലല്ലോ. കെട്ടിച്ചു വിട്ട പാടന്നെ മാപ്പിളിനെ മേലേക്ക് പറിച്ചോ വിളിച്ച്. ഇവിടെ വന്നപ്പോ ആങ്ങളുടെ പണിയും പോയി. നല്ല സുഖാണല്ലോ ഇപ്പൊ എന്തായാലും എല്ലാവർക്കും. എന്നോടൊക്കെ പറിച്ചോൻ ചോദിക്കൂടി എന്റെ കുട്ടീനെ എങ്ങനെ ഇട്ട് ദ്രോഹിക്കണേന്. കല്യാണം കഴിഞ്ഞേക്ക് മാപ്പിള മരിച്ചു, അതിന് ഓളെന്ത് പേച്ചത്? അത് ഓന്റെ ജീവിതം കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ കുട്ടീനെ എങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കൂല. ഓൻ ഇങ്ങോട്ട് വരട്ടെ, ഓനോട് ഞാണ്ട് കുറച്ച് ചോദിക്കാനിക്ക്. ഓ, ഞാനത് സഹിച്ചോണ്ട്. പറിച്ചോ എന്നോടല്ല ചോദിക്കണ്. അത് ഞാന് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോണ്ട്. ഇത് നിങ്ങളെ കാര്യം നോക്കിയാ പോരെ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ലടിച്ചൊന്നും നന്നാവൂല. മകളെ പറഞ്ഞ് പറ്റിയിട്ടില്ല തള്ളക്ക്. അച്ഛന്മാരുടെ സ്വസ്ഥതയും സമാധാനം കളയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൂടുന്നോളും. ഞാൻ വേറെ ഏതെങ്കിലും കല്യാണം നോക്കാം, അതില്ല. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇടണം. ഇങ്ങനെ എന്തിനാ ഓരോട് ഇതിനെ പറ്റിട്ട് ഇങ്ങനെ പറയാൻ നിക്കുന്നത്? നിങ്ങൾ എന്തിനമ്മ എന്റെ പേരും പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ തിരക്കൂടുന്നത്? പിന്നെ എത്ര വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ കേട്ട് നിക്ക? അതൊരു പറഞ്ഞാട്ടിക്ക. ഓ മരിച്ചതിന് അന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? പിന്നെ ഓനക്ക് പണിയില്ലാത്ത ഇജ്ജ് കാരണ? എത്ര വെച്ചിട്ട് ഉമ്മത് ഇങ്ങനെ കേട്ടും സഹിച്ച് നിക്കാന്റെ വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ അടങ്ങറൊന്നും വരൂലായിന്ന്. ഓല് പറഞ്ഞോട്ടെ, സത്യം അങ്ങനൊക്കെ തന്നെ അല്ലമ്മ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികഞ്ഞിട്ടില്ലല്ലോ, അപ്പൊത്തിന് എന്റെ മാപ്പിള ആക്സിഡന്റ് ആയിട്ട് മരിച്ചില്ലേ. അപ്പൊ പിന്നെ ഓല് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ കാലുത്തിട്ട് തന്നെയല്ലേ അതൊക്കെ ഉണ്ടായത്. പക്ഷെ കാക്കാക്ക് പണിയില്ലാത്തത് ഞാൻ കാരണമൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ടല്ലേ കാക്കാക്ക് പണിയില്ലാത്ത. അതിനും കുറ്റെനിക്കന്നെ. സാരില്ലമ്മ, ആദ്യം ഞാൻ കേൾക്കണല്ലേ ഭാഗ്യമില്ലാത്തോളാണ്, തല തെറിച്ചോളാണെന്നൊക്കെ. ഇപ്പോഴായിട്ട് എന്തിനാ കൊറക്കണത്? നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. സാരല്ല, ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്റെ അമ്മ സങ്കടപ്പെടാതിരുന്നാ മതി. പിന്നെ എപ്പോ ആണെങ്കിലും എന്റെ പേരയിൽ നിക്കാലോ. എന്നാലും പിടിച്ച് പുറത്താക്കൊന്നുമില്ലല്ലോ എന്റെ അമ്മാന്റെ പേരിൽ ഈ പേരുള്ളിടത്തോളം കാലം. ഉമ്മാന്റെ പേരിന്ന് പോയേനല്ലേ ഇക്കാരം പിന്നെ എല്ലാരും കൂടി പിടിച്ച് പുറത്താക്ക. അത് വരെങ്കിലും ഞാനൊന്ന് നിക്കട്ടെ ഇവിടെ. പക്ഷേ എന്നാ എന്റെ കുട്ടിയുടെ ഈ അടങ്ങറൊക്കെ ഒന്ന് തീരെ. അറിയാത്തൊരു നമ്പർ. ഹലോ, ആരാണ്? ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടക്കാം. ഇപ്പൊ കയ്യില് പൈസ ഒന്നുമില്ല. ഹസ്ബൻഡ് പണി ഇല്ലാതിരിക്കാണ്. അത് ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. അടക്കണ്ട് ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട്. ആരെടുത്തുന്നെങ്കിലും പൈസ വാങ്ങിട്ട് അടക്കാം. ഹലോ ഹലോ, കട്ടാക്കും ചെയ്ത്. മറ്റേ നമ്പറിന്നൊക്കെ അടിച്ച ഞാൻ എടുക്കായിട്ട് അറിയാത്ത നമ്പറിന്ന് വിളിച്ചിട്ടാണ് പോലും. ആരാടി വിളിക്കണത്? അത് ഞാൻ അന്ന് ലോൺ എടുത്തിന്നില്ലേ, അവിടുന്ന് വിളിച്ചതാണ് പൈസ അടക്കാൻ പറഞ്ഞിട്ട്. നിങ്ങളിപ്പോ തൽക്കാലം ഒരു 2000 ഉറുപ്പ്യ തരുമോ? അത് കൊടുത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ പറയാം. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കണില്ല എന്തായാലും.
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്തത്, അല്ലാതെ ഇക്ക് മാത്രം ദൂർത്തടിക്കാൻ വേണ്ടിട്ട് വാങ്ങിയതൊന്നല്ല. നിങ്ങൾ പണിയില്ലാതിരുന്നപ്പോ ഇന്റെ കാര്യങ്ങൾ നടക്കണ്ടേ, അതിന് വേണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ തന്നെ അല്ലേ അത് തരേണ്ടത്. ഇന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുന്ന ഈ വിചാരിക്കണ്ട, ഈ എങ്ങനാച്ച അടച്ചട്ടോ. അല്ല, ഇനിയിപ്പൊ എന്താ ചെയ്യാ, ഒരു മാർക്കും ഇല്ലല്ലോ. താത്ത എന്താ പ്രശ്നം? കാക്കിങ്ങളും കൂടി തിരക്കൂടുന്നത് കേട്ട്. എന്താണ് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഈ എന്തിനാണ് ആ കാര്യന്റെ ആവശ്യം? അതല്ല, എന്തോ പൈസന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണല്ലോ തിരക്കൂടുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തരാം. ആൾക്കാരിങ്ങനെ വിളിച്ച് ചീത്ത പറഞ്ഞ ഞാൻ കേട്ടിരുന്നു. ഇക്കിപ്പൊ പൈസ ഒന്നും കിട്ടിയിട്ട് എന്താ കാര്യം? ആവശ്യമുള്ളവർക്ക് കൊടുക്കല്ലേ നല്ലത്. ഞാനത് തരാം, നിങ്ങൾ ആരെ മുന്നിലും ഇടങ്ങറാവണ്ട. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമൊന്നുമില്ല. ഇങ്ങക്ക് എന്തുകൊണ്ടാ എന്നോട് ദേഷ്യം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആർക്കും വേണ്ടാത്തൊരുവും ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് തരാം. എടി, ഞാൻ അന്നതൊക്കെ ചെയ്തിട്ടോ എനിക്ക് എന്നോടൊരു ദേഷ്യം ഇല്ലേ? ഈ എന്നോട് ക്ഷമിക്ക്, പറ്റിപ്പോയതാണ്. അതൊന്നും സാരമില്ല താത്ത. ഞാനേ ആദ്യം മുതലേ കേക്കൽ തുടങ്ങിയതാ. ഇക്കാന്റെ പെരെ പോയിട്ട് ഒരാഴ്ചയിൽ ഞാൻ ആകാൻ നിന്നിട്ടുള്ളൂ. അപ്പൊതിലോലെ മോൻ മരിച്ച്, പിന്നെ ഈ ഫുള്ളിന്റെ തലയിലായി. അങ്ങനെയല്ല ഉമ്മ എന്നെ അവിടുന്ന് കൂടുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു എന്നോട് എല്ലാവർക്കും ഇഷ്ടേക്കാരം ഇവിടെ വന്നാല്. ഇവിടെ വന്നപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടായുള്ളൂ. സാരില്ലാത്ത, അതൊക്കെ ഞാൻ തമാശ രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങളോട് പറഞ്ഞാല് വൈകുന്നേരം പൈസ തരാന്നുള്ളത്. എന്റെ അടുത്തുള്ള ഞാൻ തരണ്ട്. എന്താപ്പോ കടം വാങ്ങിയവരൊക്കെ വിളിച്ചാൽ തുടങ്ങിയില്ലേ? അന്റെ ആർഭാടം കാരണം തന്നെയാണ് നമുക്ക് ഇങ്ങനൊക്കെ വന്നത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? സ്വന്തം മാപ്പിള ഉണ്ട് കൈ ഒഴിഞ്ഞ്. എന്റെ കുട്ടി വാണ്ടി വന്നൂലേ അന്റെ കടം വീട്ടാനി. നിങ്ങള് രണ്ടാളും കൂടി പറയണതേ ഞാൻ കേട്ടിക്കണ്. കൊറേ ജിട്ട് ദ്രോഹിച്ചില്ലടി. എത്ര ആയി എന്റെ കുട്ടീനെ ഇങ്ങനെ ഇടങ്ങറാക്കൽ തുടങ്ങിയിട്ട്. ഓൻ മരിച്ച പേരും പറഞ്ഞിങ്ങാണ്ട് പാടച്ചോറും പോലും പൊറുക്കാത്ത തെറ്റായിയൊക്കെ ചെയ്യണത്. പിന്നെ എന്റെ മകൻ അറിയാതെ കൊറേ കടം വാങ്ങി കൂട്ടിയല്ലോ. അതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ വന്നിട്ടും കൂടി ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തോളുണ്ട്. ഞാൻ ഒന്നും പറയണില്ല. ഇനി എന്റെ ആ പഴയ സ്വഭാവത്തിലാണ് ഇജ്ജ് നിക്കാൻ കണ്ടിക്കണെന്നുണ്ടെങ്കിലേ എന്റെ മകൻ എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊറപ്പിക്കൂല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുള്ളൂ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല. എല്ലോ മനസ്സിലായിക്കണ്. നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാവൂല ഇപ്പൊക്കെ മനസ്സിലായി. ഇക്കയും കൂടി എന്നെ തള്ളി പറഞ്ഞ്. ഇനി ഞാൻ ഒന്നും ഓളെ പറയില്ലമ്മ. നിങ്ങൾ രണ്ടാളും കൂടി സന്തോഷത്തോടെ നല്ല സ്നേഹത്തിൽ നിക്കണത് അമ്മക്ക് കാണേണ്ടത്. എന്റെ കുട്ടി അന്നൊന്നും ചെയ്യാൻ വരുന്നില്ല. അതേപോലെ തന്നെ ഈ ഓളോട് നല്ലപോലെ നിക്ക്, അത്രക്ക് പറയാനുള്ളൂ. ഓരോ പേരയിലും മക്കള് ജീവിക്കണ കാണുമ്പോ കൊതിയാവുകയാണ്. ഇങ്ങനെ ഒന്നായി കിട്ടിയാൽ മതിയല്ലോ ചുറ്റും. ഇനിയെങ്കിലും നല്ലപോലെ നിങ്ങള്. ഞാൻ എന്തിനാ ഓളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി എനിക്ക് തന്നെ അറിയില്ല. ഓളിവിടെ നീനേനുള്ള ദേഷ്യാണ്. ഓളും കൂടി ഇല്ലാന്നുണ്ടെങ്കില് ഞാൻ ആ പൈസ വാങ്ങിയ ആൾക്കാരിടയിൽ ആകെ നാണം കെടൂലേന്ന്. ഇനി എന്തായാലും ഓളായിട്ടൊരു പ്രശ്നത്തിന് നിക്കാൻ പറ്റൂല. ഓളുള്ളത് കൊണ്ടൊക്കെ ഞാൻ കേച്ചിലായത്.